യുദ്ധങ്ങൾക്കിടയിലും ആദ്യമായി ഈശോയെ സ്വീകരിച്ച് ഗാസയിലെ കുട്ടികൾ. യുദ്ധങ്ങളും അതേ തുടർന്നുണ്ടാകുന്ന പ്രതിസന്ധികളും രൂക്ഷമാകുമ്പോഴും ആത്മീയമായ കാര്യങ്ങളിലും കൗദാശിക ജീവിതത്തിലും പിന്നോട്ടു പോകാതെ തങ്ങളുടെ വിശ്വാസം മുറുകെ പിടിച്ച് ഗാസയിലെ കത്തോലിക്കർ. ഞായറാഴ്ച ഗാസയിലെ ഹോളി ഫാമിലി ദേവാലയത്തിൽ 8 കുട്ടികളാണ് ആദ്യ കുർബാന സ്വീകരണം നടത്തിയത്. ജെറുസലേമിലെ ലത്തീൻ പാത്രിയാർക്കേറ്റ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ചിത്രങ്ങളിലൂടെയാണ് ഈ വാർത്ത പുറംലോകം അറിഞ്ഞത്. 2023 ഒക്ടോബർ 7 സംഘർഷം ആരംഭിച്ചതിനു ശേഷം പ്രതിസന്ധികൾ ഏറെ ഉണ്ടായിരുന്നെങ്കിലും ഹോളി ഫാമിലി ദേവാലയത്തിന് വാതിലുകൾ അടച്ചിരുന്നില്ല. കൂടാതെ ക്രോസ് ഫയറിൽ അകപ്പെട്ട സാധാരണക്കാർക്ക് അഭയം നൽകുന്നത് ഇന്നും തുടരുകയാണ്. ആദ്യ കുർബാന ചടങ്ങുകൾ കൂടാതെ കഴിഞ്ഞ 3 മാസമായി പള്ളിയിൽ മാമോദിസായും കുർബാനയും നടത്തിവരുന്നു. ഹെറിറ്റേജ് ആൻഡ് റിസർച്ച് സെന്ററിന്റെ ഓഫീസ് സമുച്ചയം വെഞ്ചരിച്ചു. സീറോ മലബാർ സഭയുടെ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ ഹെറിറ്റേജ് ആൻഡ് റിസർച്ച് സെന്ററിന്റെ ഓഫീസ് സമുച്ചയം വെഞ്ചരിച്ചു. സീറോ മലബാർ സഭയുടെ ആസ്ഥാന കാര്യാലയം സ്ഥിതി ചെയ്യുന്ന കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ പ്രവർത്തിച്ചു വരുന്ന ലിറ്റർജിക്കൽ റിസർച്ച് സെന്ററിനായി പണി കഴിപ്പിച്ച പുതിയ ഓഫീസ് സമുച്ചയത്തിന്റെ വെഞ്ചരിപ്പ് കർമ്മം കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവ് നിർവഹിച്ചു. സീറോ മലബാർ സഭയുടെ അഡ്മിനിസ്ട്രേറ്റർ മാർ സെബാസ്റ്റ്യൻ വാണിയമ്പുരയ്ക്കലും LRC ചെയർമാൻ മാർ ടോണി നീലങ്കാവിലും മാർ ജോസ് പൊരുന്നേടവും കൂരിയായിലെ വൈദികരും സിസ്റ്റേഴ്സും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. 5 നിലകളുള്ള പുതിയ കെട്ടിടത്തിൻ്റെ പണികൾ പൂർത്തീകരിച്ച് മ്യൂസിയം, ലൈബ്രറി, കോൺഫറൻസ് ഹാൾ, ബുക്ക് സ്റ്റാൾ എന്നിവ പ്രവർത്തിച്ചു തുടങ്ങുന്നതോടെ ഹെറിറ്റേജ് ആൻഡ് റിസർച്ച് സെന്റർ എന്ന പേരിൽ ഈ ഗവേഷണ കേന്ദ്രം അറിയപ്പെടാൻ തുടങ്ങും. ഉദ്ഘാടന ചടങ്ങിന് LRC എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജോജി കല്ലിങ്ങൽ, ഫിനാൻസ് ഓഫീസർ ഫാദർ ജോസഫ് തോലാനിക്കൽ, സെക്രട്ടറി സിസ്റ്റർ ലിൻസി MSMI എന്നിവർ നേതൃത്വം നൽകി. മ്യാൻമറിൽ ദേവാലയങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി സൈന്യം. കൊല്ലപ്പെട്ടവരിൽ നിരവധി കുട്ടികളും. മ്യാൻമറിൽ ക്രൈസ്തവർക്ക് നേരെ ആക്രമണം നടത്തി സൈന്യം. തമു ജില്ലയിലെ ഗംപത്ത് മുനിസിപ്പാലിറ്റിയിലെ 2 പള്ളികളിൽ ബർമീസ് അട്ടിമറി ഭരണകൂടം നടത്തിയ ബോംബാക്രമണത്തിൽ നിരവധി കുട്ടികൾ ഉൾപ്പെടെ 15 പേർ കൊല്ലപ്പെട്ടു. ജനുവരി 7 തീയതിയാണ് ആക്രമണം നടന്നത്. 7 തീയതി രാവിലെ 10:15 തമു ജില്ലയിലെ ഗംപത്ത് ടൗൺഷിപ്പിൽ സൈന്യം ബോംബാക്രമണം നടത്തിയത്. ആക്രമണം നടക്കുന്നെന്നറിഞ്ഞ ആളുകൾ രക്ഷപ്പെടുന്നതിനിടയിൽ സൈന്യം രണ്ടാമതും ബോംബാക്രമണം നടത്തുകയായിരുന്നു. വാടക ഗർഭധാരണം ആഗോളതലത്തിൽ നിരോധിക്കണം ഫ്രാൻസിസ് മാർപ്പാപ്പ. വാടക ഗർഭധാരണം നിരോധിക്കണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ. അമ്മയുടെയും കുഞ്ഞിൻ്റെയും അന്തസ്സിനെ ബാധിക്കുന്നതാണ് വാടക ഗർഭധാരണം. ഇത് അപലപനീയമാണ്. അതിനാൽ ഈ സമ്പ്രദായം ആഗോളതലത്തിൽ നിരോധിക്കാനുള്ള അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ശ്രമത്തിൽ താൻ പ്രത്യാശ പ്രകടിപ്പിക്കുന്നുവെന്നും മാർപ്പാപ്പ പറഞ്ഞു. വത്തിക്കാൻ അക്രഡിറ്റഡ് നയതന്ത്രജ്ഞരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു പാപ്പ. ലോകത്ത് വാടക ഗർഭധാരണത്തിലൂടെ ജനിച്ച കുഞ്ഞുങ്ങളുടെ എണ്ണത്തെക്കുറിച്ച് നിലവിൽ വ്യക്തതയില്ല. കാരണം ലോകത്ത് പല രാജ്യങ്ങളിലും അമേരിക്കയിലെ ചില സംസ്ഥാനങ്ങളിലും ധാർമ്മിക കാരണങ്ങളാൽ വാടക ഗർഭധാരണം നിലവിൽ നിയമവിരുദ്ധമാണ്. ദരിദ്രരായ സ്ത്രീകൾ സാമ്പത്തിക പ്രതിസന്ധി കാരണം വാടക ഗർഭം ധരിക്കാൻ നിർബന്ധിതരാകുന്നു എന്നതാണ് മറ്റൊരു വിമർശനം. ക്രൈസ്തവർക്കെതിരായ ആക്രമണങ്ങൾ തടയണം സുപ്രീം കോടതിയിൽ ഹർജി നൽകി ബംഗളൂരു ആർച്ച് ബിഷപ്പ്. ക്രൈസ്തവർക്കെതിരെ രാജ്യവ്യാപകമായി നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിച്ചു. ബംഗളൂരു ആർച്ച് ബിഷപ്പ് പീറ്റർ മച്ചാഡോയാണ് ഹർജി നൽകിയത്. നിഷ്പക്ഷ സമിതിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നാണ് ആവശ്യം. മതപരിവർത്തനത്തിന്റെ പേരിൽ ഉത്തരേന്ത്യയിൽ ക്രിസ്ത്യൻ വൈദികർ ക്രൂശിക്കപ്പെടുമ്പോഴാണ് ഹർജി വീണ്ടും പരിഗണിക്കുന്നത്. വിരമിച്ച ജഡ്ജിമാരെ ഉൾപ്പെടുത്തിയ സമിതിയെ നിയോഗിച്ച് അക്രമം തിട്ടപ്പെടുത്തണമെന്നാണ് ഹർജിയിലെ പ്രധാന ആവശ്യം.